ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട വിധികർത്താക്കളെ, നേതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂടിയതുപോലെ അവന് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാസിയുടെ കർമ്മഭൂമി എന്ന വിഷയത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കുമ്പോൾ മറ്റുള്ള ഏത് വിഷയമാണെങ്കിലും ചില ആളുകൾക്ക് ഉൾക്കൊള്ളാം, ചില ആളുകൾക്ക് ഉൾക്കൊള്ളാതിരിക്കാം. പക്ഷേ ഈ വിഷയം ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ നമ്മളിൽ നിന്ന് ഓരോരുത്തരും പ്രവാസിയായിരിക്കെ വളരെ സ്വാഗതാർഹമാണ്. നാടും വീടും കൂടും വിട്ട് സ്വന്തം മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയുമായി ഒരു പ്രവാസി ഈ നാട്ടിലേക്ക് എത്തുമ്പോൾ തൻ്റെ നാടുകളിൽ എല്ലാ സുഖ സൗകര്യങ്ങളുണ്ടായിരിക്കെ ഈ നാട്ടിലേക്ക് എത്തുമ്പോൾ അവൻ്റെ കർമ്മപാദത്തിൽ എത്രയോ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അവൻ എല്ലാ ത്യാഗങ്ങളും സഹിച്ച്, എല്ലാ പ്രയാസങ്ങളും സഹിച്ച്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അസ്സഫറു ഖിത്അത്തും മിനൽ അദാബ് എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ അതിന് ഉപരിയായി ടെൻഷനും മറ്റുള്ള കാര്യങ്ങളും അനുഭവിക്കുമ്പോൾ ഇവിടെ മഹാനായ ഇമാം ജുറൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞ 3 കാര്യം വളരെ യാഥാർത്ഥ്യമാണ്. തൻ്റെ നാടുകളിൽ തൻ്റെ ഉമ്മ ഊട്ടുന്ന സ്വർണം ആ ഭക്ഷണത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമില്ലാത്ത ആരുമുണ്ടാവില്ല. തൻ്റെ ഭാര്യയുടെ തലോടലേറ്റുകൊണ്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ ആഗ്രഹമില്ലാത്ത ആരുമുണ്ടാവില്ല. അതിനെല്ലാം ഉപരിമടന്നുകൊണ്ട് തൻ്റെ പ്രയാസങ്ങളെല്ലാം മനസ്സിലേറ്റിക്കൊണ്ട് അവൻ ഇവിടത്തേക്ക് എത്തുമ്പോൾ മഹാനായ ഇമാം ജുറൈർ തങ്ങൾ പറഞ്ഞു, അവൻ പഠിക്കുന്ന ഏറ്റവും വലിയ പാഠം ലിതദ്ലീലിൻ നഫ്സി എന്നാണ്. അവൻ്റെ നഫ്സിനെ അവൻ പാകപ്പെടുത്താൻ പഠിച്ചു എന്നുള്ളതാണ്. അവനിക്ക് മറ്റുള്ളവരോട് അഹങ്കാരമില്ല, അവൻ്റെ നഫ്സിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുവാനെന്ന് അവൻ പഠിച്ചു. രണ്ടാമത്തെ കാര്യം അവൻ പഠിച്ചത് ഫിത്നയാണ്, ആണ്. എന്താണ്? ബുദ്ധി കൂർമതിയാണ്, ഷാർപ്പ് മൈൻഡ് അവന് പഠിച്ചു കഴിഞ്ഞു. അവൻ ചെലവഴിക്കുമ്പോഴും അവൻ അധ്വാനിക്കുമ്പോഴും ഇന്ന് അധ്വാനിച്ചിട്ടില്ലെങ്കിൽ നാളെ എന്താകുമെന്നുള്ള ചിന്തയിലാണ് ഓരോരുത്തരും ഉള്ളത്. എൻ്റെ നാടുകളിലേക്ക് എങ്ങനെ ചെലവഴിക്കണം, ഇവിടെ എങ്ങനെ ചെലവഴിക്കണം, മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ള ഓരോ ചിന്തയിലും അവൻ്റെ മൈൻഡ് അങ്ങോട്ട് ഷാർപ്പാവുകയാണ്. മൂന്നാമത്തെ കാര്യം ഈ ഒരു സംഘടനയിലെ ഏറ്റവും ഉദാത്തമായ കാര്യമാണ് സുഹബത്ത് എന്നുള്ളതാണ്. സ്വന്തം നാടിൽ രാവിലെ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വാപ്പാക്കും ഉമ്മാക്കും പേടിയാണ്. എന്റെ മകൻ എന്താകും, ആരെ കൂടെ കൂടുമെന്നുള്ള ബേജാറിലാണ്. അവൻ കഞ്ചാവിന് ഇടപെടമാകുമോ, അവൻ കളവിന് പോകുമോ, മറ്റുള്ളവർ ആക്രമിക്കാൻ പോകുമോ എന്നുള്ള ബേജാറിലാണ്. അതിലുപരി ഈ നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ആരോരുമില്ലാതെ നാട്ടിൽ എന്റെ മകൻ നല്ല ദീനീ ബോധത്തിലൂടെ മുന്നോട്ട് പോകുമോ എന്നുള്ള ബേജാർ അവനിലേക്ക് ഉണ്ടാകുന്ന ഏതൊരു മാതാപിതാക്കൾക്കും ഇല്ലാതിരിക്കില്ല. അതിലെല്ലാം ഉപരിയായി മഹാനായ ഇമാം ജുറൈർ തങ്ങൾ പറഞ്ഞതുപോലെ സുഹബത്ത്, അവന്റെ കൂട്ടുകെട്ട് ഇവിടെ നന്നാകുമ്പോ KCF എന്ന സംഘടന ഇങ്ങോട്ട് വരുമോനെ എന്ന് വിളിച്ചുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ അവസാന കാലഘട്ടത്തിൽ ഒരു സുന്നത്ത് മുറുകെ പിടിച്ചാൽ പല വജ്റുമിയത്ത് ഷഹീദ് എന്ന് പറഞ്ഞ് ഒരു തലയിലേക്ക് തൊപ്പിയിട്ടുകൊണ്ട് മോനെ നീ തെറ്റിലേക്ക് പോവില്ല എന്ന് കാണിച്ചുകൊണ്ട് നല്ല സുഹബത്തിലേക്ക് ഈ സംഘടന ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അവന്റെ പ്രവാസിയുടെ കർമ്മ ജീവിതം എന്നുള്ളത് ഈ സംഘടനയിലൂടെ സാക്ഷാത്കരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും നാളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളായി അനുഭവിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ജുറൈർ തങ്ങളുടെ വാക്കുകൾക്ക് എല്ലാവർക്കും ആശംസയായി അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.